Immunoglobulins or antibodies, their general properties, structure and functions. ഈ വിശദാംശങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അഥവാ ആൻറ്റിബോഡീസ്. They are also known as antibodies. They are large Y-shaped proteins produced by B cells of the immune system. They play a crucial role in the immune response by recognizing and binding to specific antigens, which are molecules that trigger an immune reaction. Immunoglobulins are highly diverse and versatile, and they can be classified into different classes and subclasses based on their structure and functions. ആൻറ്റിബോഡികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വൈ ഷേപ്പിലുള്ള പ്രോട്ടീനുകളാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ബി സെല്ലുകൾ എന്ന് പറയുന്ന രോഗപ്രതിരോധ കോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡികൾ നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ആൻറ്റിജനെ തിരിച്ചറിയുകയും അതിനെതിരെ പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നു. ഇത് വ്യത്യസ്ത തരത്തിലുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യൻ്റെ പരിണാമവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ നാളിതുവരെ മനുഷ്യ ശരീരത്തിൽ കടന്നിട്ടുള്ള എല്ലാ രോഗാണുക്കൾക്കെതിരെയും പ്രതിരോധം തീർക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത രോഗാണുക്കൾക്കെതിരെ വ്യത്യസ്ത തരത്തിലുള്ള ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ രോഗാണുക്കൾക്കെതിരെയും ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡികൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ആൻറ്റിബോഡികളെ ക്ലാസ്സുകളായിട്ടും സബ് ക്ലാസ്സുകളായിട്ടും അതിൻ്റെ ഘടനയും അതിൻ്റെ ഫങ്ഷൻ അനുസരിച്ച് തരംതിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൊതുവായിട്ടുള്ള പ്രോപ്പർട്ടീസ്, ജനറൽ പ്രോപ്പർട്ടീസ് പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 4 പ്രോപ്പർട്ടീസാണ് ആൻറ്റിബോഡീസിനെ സംബന്ധിച്ച് ഉള്ളത്. ഒന്ന് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന പ്രത്യേകതയാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എക്സിബിറ്റ് എ റിമാർക്കബിൾ ഡൈവേഴ്സിറ്റി ഇൻ ദെയർ സ്ട്രക്ചർ, അലവിങ് ദം ടു റെക്കഗ്നൈസ് ആൻഡ് ബൈൻഡ് ടു എ വൈഡ് വെറൈറ്റി ഓഫ് ആൻറ്റിജൻസ്. ആൻറ്റിബോഡികൾക്ക് ആൻറ്റിജനുകൾക്കെതിരെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാനായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഘടനയാണ് അല്ലെങ്കിൽ സ്ട്രക്ചറാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ആൻറ്റിബോഡികളുടെ ഒരു ഡൈവേഴ്സിറ്റി നമ്മുടെ ശരീരത്തിൽ കാണാൻ കഴിയും. രണ്ടാമത്തത് സ്പെസിഫിസിറ്റി എന്ന പ്രത്യേകതയാണ്. ഈച്ച് ഇമ്മ്യൂണോഗ്ലോബുലിൻ മോളിക്യൂൾ ഈസ് ഹൈലി സ്പെസിഫിക് ടു എ പർട്ടിക്കുലർ ആൻറ്റിജൻ. This specificity is crucial for the immune system's ability to target and neutralize pathogens. ഓരോ ആൻറ്റിജനുകൾക്കെതിരെയും അല്ലെങ്കിൽ ഓരോ ആൻറ്റിജന് വേണ്ടിയിട്ടും ഓരോ തരത്തിലുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡികളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ആൻറ്റിജനും ഓരോ തരത്തിലുള്ള ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവും നമ്മുടെ ബി സെല്ലുകൾക്ക് ഉണ്ട്. അങ്ങനെ ആൻറ്റിജനെ ന്യൂട്രലൈസ് ചെയ്യുകയും ചെയ്യുന്നു. മൂന്നാമത്തെ പ്രത്യേകത മെമ്മറി അല്ലെങ്കിൽ ഓർമ്മിച്ച് വെക്കുക എന്നുള്ള പ്രത്യേകതയാണ്. അപ്പോൺ എൻകൗണ്ടറിങ് ആൻ ആൻറ്റിജൻ, ദ ഇമ്മ്യൂൺ സിസ്റ്റം ക്യാൻ പ്രൊഡ്യൂസ് മെമ്മറി ബി സെൽസ് ദാറ്റ് റിമെമ്പർ ദ ആൻറ്റിജൻ. സബ്സിക്വൻറ്റ് എക്സ്പോഷർ ടു ദ സെയിം ആൻറ്റിജൻ ലീഡ് ടു എ ഫാസ്റ്റർ ആൻഡ് മോർ റോബസ്റ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ്. നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന ആൻറ്റിജനുകളെ തിരിച്ചറിഞ്ഞ് പ്രത്യേകിച്ചും അവയുടെ സ്ട്രക്ചർ, അതായത് കോശത്തിൻ്റെ അല്ലെങ്കിൽ കോശസ്ഥലത്തിൻ്റെ ഘടന മനസ്സിലാക്കി ആൻറ്റിജനെ എങ്ങനെ പ്രതിരോധിക്കണം അല്ലെങ്കിൽ എങ്ങനെ നശിപ്പിക്കണം എന്നുള്ള തിരിച്ചറിവ് ബി സെല്ലുകൾക്ക് ഉണ്ടാവുകയും ആ ബി സെല്ലുകൾ ഇങ്ങനെയുള്ള ആൻറ്റിജനെക്കുറിച്ചുള്ള ഘടനയും അതിൻ്റെ ഫങ്ഷനും ഓർത്തു വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഓർത്തു വെക്കുന്ന കോശങ്ങളെ മെമ്മറി ബി സെൽസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ മെമ്മറി ബി സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ പിന്നീട്, അതായത് വീണ്ടും ഒരു ആൻറ്റിജൻ്റെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് ആൻറ്റിജനുകൾക്കെതിരെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റും. അത് ആൻറ്റിബോഡിയുടെ അല്ലെങ്കിൽ ബി സെൽസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. നാലാമത്തെ പ്രത്യേകത ഹെട്രോജെനിസിറ്റി എന്നുള്ളതാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ക്ലാസസ് ആൻഡ് സബ് ക്ലാസസ്, ഈച്ച് വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് ഫങ്ഷൻസ്. അതായത് നമ്മുടെ ശരീരത്തിൽ കടന്നിട്ടുള്ള നാളിതുവരെ വരെയായിട്ട്, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ എവല്യൂഷണറി പ്രോസസ്സിൽ മനുഷ്യ ശരീരവുമായി എൻകൗണ്ടർ ചെയ്തിട്ടുള്ള ആൻറ്റിജനുകൾക്കെതിരെ എല്ലാം തന്നെ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ മനുഷ്യ ശരീരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
വ്യത്യസ്ത അല്ലെങ്കിൽ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൻറ്റിജനുകൾക്കെതിരെ അത്രയും തന്നെ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിലെ ബി സെല്ലുകൾക്കുണ്ട്. അങ്ങനെ ഓരോ ആൻറ്റിജനുകൾക്കെതിരെയും ഓരോ തരത്തിലുള്ള വ്യത്യസ്ത ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഹെറ്ററോജെനിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ആൻറ്റിബോഡി എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ അടിസ്ഥാന സ്ട്രക്ചർ അല്ലെങ്കിൽ സ്വഭാവം എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ്. നമ്മളൊരു ആൻറ്റിബോഡി എടുക്കുകയാണെങ്കിൽ 4 പോളിപെപ്റ്റൈഡ് ചെയിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരേപോലെയുള്ള 2 ചെയിനുണ്ട്. വലിപ്പമുള്ള ചെയിനെ നമ്മൾ ഹെവി ചെയിൻ എന്ന് പറയും. 2 ഐഡൻറ്റിക്കൽ ലൈറ്റ് ചെയിൻ, 2 ലൈറ്റ് ചെയിനും 2 ഹെവി ചെയിനും അടങ്ങുന്നതാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദീസ് ചെയിൻസ് ആർ ലിങ്ക്ഡ് ബൈ ഡൈസൾഫൈഡ് ബോണ്ട്സ് ആൻഡ് അറേഞ്ച്ഡ് ഇൻ വൈ ഷേപ്ഡ് കോൺഫിഗറേഷൻ. ഈ ലൈറ്റ് ചെയിനും ഹെവി ചെയിനും തമ്മിൽ 2 ഡൈസൾഫൈഡ് ബോണ്ട് വഴി പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ വൈ ഷേപ്ഡ് സ്ട്രക്ചർ അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇനി ആദ്യം നമുക്ക് അതിൻ്റെ ലൈറ്റ് ചെയിൻ എടുത്ത് പരിശോധിക്കാം. ഈച്ച് ലൈറ്റ് ചെയിൻ ഹാസ് 2 ലൈറ്റ് ചെയിൻസ് എയ്തർ കെ അല്ലെങ്കിൽ കാപ്പ ഓർ ലാംഡ. ലൈറ്റ് ചെയിന് പ്രധാനമായിട്ടും 2 തരത്തിലാണ് അതിൻ്റെ പ്രോട്ടീൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒന്നുകിൽ കാപ്പ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ടോ അല്ലെങ്കിൽ ലാംഡ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. എ സിംഗിൾ ആൻറ്റിബോഡി ഹാസ് എയ്തർ കാപ്പ ഓർ ലാംഡ, നെവർ എ മിക്സ്ചർ. ഇവിടെ പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആൻറ്റിബോഡിക്ക് ഒന്നുകിൽ 2 കാപ്പയും അല്ലെങ്കിൽ 2 ലാംഡയും മാത്രമേ കാണത്തുള്ളൂ. ഇത് രണ്ടും കൂടെ ചേർന്ന മിക്സറോട് കൂടിയ ഒരു ആൻറ്റിബോഡിയും നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതായത് ഈ ആൻറ്റിബോഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 2 ലൈറ്റ് ചെയിനും ഒന്നുകിൽ കാപ്പ കൊണ്ടോ അല്ലെങ്കിൽ ഒന്നുകിൽ ലാംഡ കൊണ്ടോ ആയിരിക്കും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈച്ച് ലൈറ്റ് ചെയിൻ ഹാസ് 2 ഡൊമൈൻ, 1 വേരിയബിൾ ഡൊമൈൻ ആൻഡ് that is antigen binding, 1 constant domain, length of 220 amino acids. ഒരു ലൈറ്റ് ചെയിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് വേരിയബിൾ ഡൊമൈനാണ്, അതായത് ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ഭാഗം. രണ്ടാമത്തത് കോൺസ്റ്റൻറ്റ് റീജിയൻ വരുന്നതാണ് കോൺസ്റ്റൻറ്റ് ഡൊമൈൻ എന്ന് പറയുന്നു. ഏകദേശം 220 അമിനോ ആസിഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ കോൺസ്റ്റൻറ്റ് ഡൊമൈൻ എന്ന്. അപ്പം കോൺസ്റ്റൻറ്റ് ഡൊമൈൻ ഇത്രയുമാണ് കോൺസ്റ്റൻറ്റ് ഡൊമൈൻ എന്ന് പറയുന്നത് ഭാഗം. അതായത് ലൈറ്റ് ചെയിനും ഹെവി ചെയിനും ചേരുന്ന ഭാഗമാണ് കോൺസ്റ്റൻറ്റ് ഡൊമൈൻ എന്ന് പറയുന്നത്. വേരിയബിൾ ഡൊമൈൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്, അതായത് ആൻറ്റിബോഡി ബൈൻഡിങ് നടക്കുന്ന അല്ലെങ്കിൽ ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത്. അടുത്തത് ഹെവി ചെയിനാണ്. ഹെവി ചെയിൻ എന്ന് പറയുന്നത് ഈ നീളമുള്ള ചെയിനെയാണ് ഹെവി ചെയിൻ എന്ന് പറയുന്നത്. 2 ഹെവി ചെയിനുകളുണ്ട്. അതിന് ആ ഹെവി ചെയിനാണ് അതിൻ്റെ ക്ലാസ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽ വിഭാഗത്തിൽ വരുന്നതാണ് എന്ന് തീരുമാനിക്കുന്നത് ആൻറ്റിബോഡിയുടെ ഹെവി ചെയിനാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ഹെവി ചെയിൻ്റെ ക്ലാസ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആൻറ്റിബോഡി ജി എന്ന് പറയുന്നത് ഗാമ എന്ന് പറയുന്ന അമിനോ ആസിഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ആൻറ്റിബോഡി എ ആണെന്നുണ്ടെങ്കിൽ ആൽഫ ആയിരിക്കും, എം ആണെന്നുണ്ടെങ്കിൽ മ്യൂ ആയിരിക്കും, ഇ ആണെന്നുണ്ടെങ്കിൽ എപ്സിലോൺ ആണ്, ഡി ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റയാണ്. അപ്പം ഈ തരത്തിൽ ആൻറ്റിബോഡി അല്ലെങ്കിൽ ആൻറ്റിബോഡിയുടെ ക്ലാസ് നമ്മൾ കണക്കാക്കുന്നത് ആ ഹെവി ചെയിൻ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈച്ച് ഹെവി ചെയിൻ കണ്ടെയ്ൻസ് എ വേരിയബിൾ ഡൊമൈൻ ആൻഡ് എ കോൺസ്റ്റൻറ്റ് ഡൊമൈൻ. ഒരു ഹെവി ചെയിന് ഒരു വേരിയബിൾ ഡൊമൈൻ ഉണ്ടായിരിക്കും. ഇത്രയും ഭാഗമാണ് വേരിയബിൾ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ കോൺസ്റ്റൻറ്റ് ഡൊമൈനാണ്. അതിനെ CH1, CH2, CH3 എന്നിങ്ങനെ 3 അല്ലെങ്കിൽ 4 തരംതിരിച്ചിട്ടുണ്ടാകും. അതായത് ആൻറ്റിബോഡി ജി, എ, ഡി എന്നിവ എടുക്കുകയാണെങ്കിൽ അതിന് 3 കോൺസ്റ്റൻറ്റ് ഡൊമൈൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എമ്മും ഇ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 കോൺസ്റ്റൻറ്റ് ഡൊമൈൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 450 മുതൽ 550 അമിനോ ആസിഡ് കൊണ്ടാണ് ഈ കോൺസ്റ്റൻറ്റ് ഡൊമൈൻസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ ഡൊമൈൻ സ്ട്രക്ചർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈച്ച് പോളിപെപ്റ്റൈഡ് ചെയിൻ ഈസ് ഫോൾഡഡ് ഇൻ ടു കോമ്പാക്ട് ഗ്ലോബുലർ യൂണിറ്റ് കാൾഡ് ഡൊമൈൻസ്. ഓരോ ഭാഗവും കോമ്പാക്റ്റ്, അതായത് പോളിപെപ്റ്റൈഡ് ചെയിൻ കൊണ്ട് കോമ്പാക്റ്റ് വളരെ അടുക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം ഓരോ ഡൊമൈനും നമ്മൾ 110 അമിനോ ആസിഡ് കൊണ്ടാണ് ഓരോ ഡൊമൈൻസ് നിർമ്മിച്ചിരിക്കുക. എ കംപ്ലീറ്റ് immunoglobulin molecule contains 12 domains in immunoglobulin G,
A and D and 40 domains in immunoglobulin M and E. അപ്പം ഇതാണ് ആ ഡൊമൈൻ്റെ, അതായത് ഡൊമൈൻ്റെ അമിനോ ആസിഡിൻ്റെ ലെങ്തും അതിൻ്റെ കോമ്പാക്റ്റ് സ്ട്രക്ചറും എന്ന് പറയുന്നത്. ഇനി ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ ആൻറ്റിബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഡൈസൾഫൈഡ് ബോണ്ടുകൾ. രണ്ട് തരത്തിലാണ് ഡൈസൾഫൈഡ് ബോണ്ട് ഉള്ളത്. ഇൻ്റർ ചെയിൻ ബോണ്ട്സ് ഉണ്ട്, അതായത് ചെയിനുകൾക്കിടയിലുള്ള ബോണ്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ അതായത് ലിങ്ക് ഹെവി ചെയിൻസ്, അതായത് ഹെവി ചെയിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന ബോണ്ടുകളാണ് ഇൻ്റർ ചെയിൻ ബോണ്ടുകൾ. ലിങ്ക് ഹെവി ലൈറ്റ് ചെയിൻസ്, അതുപോലെ ഹെവി ചെയിനും ലൈറ്റ് ചെയിനും ഇടയിലുള്ള ഡൈസൾഫൈഡ് ബോണ്ടുണ്ട്. ദീസ് മെയിൻറ്റെയിൻ ദ വൈ ഷേപ്ഡ് സ്ട്രക്ചർ. അപ്പോൾ ഈ ഡൈസൾഫൈഡ് ബോണ്ടുകളും ഹെവി ലൈറ്റ് ചെയിനുകൾക്കിടയിലുള്ള ബോണ്ടുകളുമാണ് ഈ ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ വൈ ഷേപ്ഡ് സ്ട്രക്ചർ മെയിൻറ്റെയിൻ, അല്ലെങ്കിൽ അങ്ങനെ വൈ ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ടാകാനായിട്ട് അതിനെ സഹായിക്കുന്നത്. പിന്നീട് ഇൻട്രാ ചെയിൻ ബോണ്ട്സ് ഉണ്ട്, അതായത് വിത്തിൻ ഈച്ച് ഡൊമൈൻ, അതായത് ഓരോ ഡൊമൈനുകൾക്കിടയിലും ബോണ്ടുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻട്രാ ചെയിൻ ബോണ്ട്സ് എന്ന് പറയുന്നത്. പ്രൊവൈഡ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, അതായത് ഈ ഓരോ രണ്ട്, ഇപ്പോൾ CH1 CH2 എന്ന് പറയുന്ന ഈ ഡൊമൈനുകൾക്കിടയിലുള്ള ബോണ്ടിനെയാണ് നമ്മൾ ഇൻട്രാ ചെയിൻ ബോണ്ട് എന്ന് പറയുന്നത്. അതുപോലെ ഇൻ്റർ ചെയിൻ ബോണ്ടുണ്ട്, രണ്ട് ചെയിനുകൾക്കിടയിലുള്ള ബോണ്ട്, അതാണ് ഈ ഡൈസൾഫൈഡ് ബോണ്ടുകൾ എന്ന് പറയുന്ന ഡൈസൾഫൈഡ് ബോണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡൈസൾഫൈഡ് ബോണ്ടുകളുടെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഡൈസൾഫൈഡ് ബോണ്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇൻ്റർ ചെയിൻ, രണ്ട് ചെയിനുകൾക്കിടയിലെ ബോണ്ട്, ദെൻ ഇൻട്രാ ചെയിൻ ബോണ്ട്സ്, ഒരു ചെയിനിലെ രണ്ട് ഡൊമൈനുകൾക്കിടയിലുള്ള ബോണ്ടുകൾ. ഇനി ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, അതായത് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിനെ വിവിധ ഭാഗങ്ങളായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ, അതായത് പാപ്പെയിൻ, പെപ്സിൻ എന്നീ പറയുന്ന എൻസൈമുകൾ ഉപയോഗിച്ച് നമുക്ക് ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ ആൻറ്റിബോഡീസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡൈജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള അല്ലെങ്കിൽ 3 ഭാഗങ്ങളായിട്ട് അതിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഒന്നാമത്തെ ഭാഗത്തിനെ നമ്മൾ ഫാബ് ഫ്രാഗ്മെൻറ്റ് അല്ലെങ്കിൽ ആൻറ്റിജൻ ബൈൻഡിങ് ഫ്രാഗ്മെൻറ്റ് എന്നാണ് പറയുക. അതായത് ഈ ഇത്രയും ഭാഗത്തിനാണ് നമ്മൾ ഫാബ് ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് കണ്ടെയ്ൻസ് വേരിയബിൾ റീജിയൻ ലൈറ്റ് ചെയിൻ, കോൺസ്റ്റൻറ്റ് ലൈറ്റ് ചെയിൻ, വേരിയബിൾ ഹെവി ചെയിൻ, CH1, ദ ആം ഓഫ് Y. അതായത് ഇത്രയും ഭാഗമാണ് അതിൻ്റെ ഫാബ് ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗം. ഈച്ച് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഹാസ് 2 ഫാബ് ഫ്രാഗ്മെൻറ്റ്സ്. ഒരു ഇമ്മ്യൂണോഗ്ലോബുലിന് 2 ഫാബ് ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. റെസ്പോൺസിബിൾ ഫോർ ആൻറ്റിജൻ ബൈൻഡിങ്, ആൻറ്റിജനെ ബൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫാബ് ഫ്രാഗ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഹൈലി വേരിയബിൾ, അതായത് ആൻറ്റിജൻസിനനുസരിച്ച് വേരി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ വേരി ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള വിവിധ തരത്തിലുള്ള ആൻറ്റിബോഡികൾ ഇത്തരം ഫാബ് ഫ്രാഗ്മെൻറ്റുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഫ്രാഗ്മെൻറ്റ് നമ്മൾ FC ഫ്രാഗ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റ് ക്രിസ്റ്റലൈസബിൾ എന്നാണ് പറയുക. കണ്ടെയ്ൻസ് കോൺസ്റ്റൻറ്റ് റീജിയൻ CH2 CH3, അതായത് CH2 CH3യും വരുന്നതാണ് ഈ FC ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നത്. മീഡിയേറ്റ്സ് എഫക്റ്റർ ഫങ്ഷൻസ്, അതായത് ഒരു മറ്റ് ആൻറ്റിജനുമായിട്ട് എഫക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സഹായിക്കാൻ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് FC ഫ്രാഗ്മെൻറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ബൈൻഡ്സ് ടു FC റിസപ്റ്റേഴ്സ് ഓൺ മാക്രോഫേജസ്, മാസ്റ്റ് സെൽസ്, NK സെൽസ്. ആക്ടിവേറ്റ് കോംപ്ലിമെൻറ്റ്, അത് നമ്മളുടെ FC റിസപ്റ്ററുമായിട്ട്, അത് മാക്രോഫേജസിൻ്റെ, മാസ്റ്റ് സെൽസിൻ്റെ, നൾ സെൽസിൻ്റെ ഒക്കെ FC ഫ്രാഗ്മെൻറ്റ്സുമായിട്ട് റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ FC ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം. കോംപ്ലിമെൻറ്റ് സിസ്റ്റം, അതായത് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷനിൽ കോംപ്ലിമെൻറ്റ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഈ FC ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഫ്രാഗ്മെൻറ്റ്. മൂന്നാമത്തത് അല്ലെങ്കിൽ അബ് ഫ്രാഗ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഫോംഡ് ബൈ പെപ്സിൻ ഡൈജഷൻ വഴി ഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം വെച്ച് ഡൈജസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫ്രാഗ്മെൻറ്റാണ് F ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നത്. കണ്ടെയ്ൻസ് 2 ഫാബ് ആംസ് ജോയിൻഡ് ബൈ ഹിഞ്ച്, അതായത് നമ്മൾ ഈ ഹിഞ്ച് റീജിയൻ, ഇതാണ് നമ്മുടെ ഹിഞ്ച് റീജിയൻ എന്ന് പറയുന്നത്. അതായത് 2 ഹെവി ചെയിനുകൾ തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഹിഞ്ച് റീജിയൻ. അപ്പോൾ ഹിഞ്ച് റീജിയൻ ഉൾപ്പെടുന്ന ആ ഫ്രാഗ്മെൻറ്റിനെയാണ് നമ്മൾ F ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നത്. കണ്ടെയ്ൻസ് 2 ഫാബ് ആംസ് ജോയിൻഡ് ബൈ ഹിഞ്ച്. വാലൻസി 2, ബൈ വാലൻ്റ് ആണ് ഈ. അപ്പോൾ 2 എണ്ണം ചേർന്നതാണ് ഈ F ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഹിഞ്ച് റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് CH1നും CH2നും ഇടയിലായിട്ട്, അതായത് വേരിയബിൾ റീജിയനാണ്. വേരിയബിൾ റീജിയൻ കഴിഞ്ഞാൽ ഫ്രാഗ്മെൻറ്റ് 1, 2. അപ്പോൾ അതിനിടയിലായിട്ട് കാണപ്പെടുന്ന
കണക്ഷനെയാണ് നമ്മൾ ഹിഞ്ച് റീജിയൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി, അലൗ ഫാബ് ആംസ് ടു ഓപ്പൺ, ക്ലോസ് ആൻഡ് സ്വിൽ. അതായത് ഈ നമ്മുടെ ആൻറ്റിജനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഈ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് നമ്മൾ ഇതിനെ എന്താ പറയുക, പാരാടോപ്പ് എന്നാണ് പറയുക. അപ്പോൾ ഈ റീജിയൻ്റെ വലുപ്പം കൂട്ടുക അല്ലെങ്കിൽ ലെങ്ത് വേരി ചെയ്യാനായിട്ട് സഹായിക്കുക എന്നുള്ളത് ഹിഞ്ച് റീജിയൻ്റെ ഫംഗ്ഷൻ, ഒരു സ്പ്രിങ് പോലെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്ന് നമുക്ക് കരുതാം. എൻഹാൻസ് ആൻറ്റിജൻ ബൈൻഡിങ് എബിലിറ്റി, ആബ്സെൻറ്റ് ഓർ ലെസ് ഫ്ലെക്സിബിൾ ഇൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ എം ആൻഡ് ഇ. ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ആൻറ്റിബോഡി എമ്മിലും ഇയിലും ഹിഞ്ച് റീജിയൻസ് ഒന്നുകിൽ ആബ്സെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലെസ് ഫ്ലെക്സിബിൾ ആയിരിക്കും, വിച്ച് ഹാൻ ആൻ എക്സ്ട്രാ CH ഇൻസ്റ്റഡ്. അതായത് ഇവയ്ക്ക് CH4 അധികമായിട്ടുണ്ടായതുകൊണ്ട് ഈ ആൻറ്റിബോഡി എമ്മിലും ഇയിലും ഈ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഹിഞ്ച് റീജിയൻ വളരെ എന്തായിരിക്കും, ആബ്സെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലെസ് ആയിരിക്കും. ദെൻ ആൻറ്റിബോഡിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് അല്ലെങ്കിൽ പാരാടോപ്പുകൾ എന്ന് പറയുന്ന ഭാഗം. ലൊക്കേറ്റഡ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ വൈ ആംസ്. വൈ ആംസിൻ്റെ, അതായത് ഇത് വൈ ആമാണ്, ഈ വൈ ആംസിൻ്റെ ടിപ്പിലായിട്ട് കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റുകൾ അല്ലെങ്കിൽ പാരാടോപ്പുകൾ എന്ന് പറയുന്നത്. വേരിയബിൾ ഹെവി ചെയിൻ, ഒരു വേരിയബിൾ ഹെവി ചെയിൻ ഉണ്ടായിരിക്കും, വേരിയബിൾ ലൈറ്റ് ചെയിനും ഉണ്ടായിരിക്കും. ഈച്ച് സൈറ്റ് കണ്ടെയ്ൻസ് ഹൈപ്പർ വേരിയബിൾ റീജിയൻസ് HVRS, കോംപ്ലിമെൻറ്റാരിറ്റി ഡിറ്റർമിനിങ് റീജിയൻസ്. അതായത് ആൻറ്റിജന് കോംപ്ലിമെൻ്റായിട്ടുള്ള രൂപമാറ്റം വരുത്താൻ അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇതിന് കോംപ്ലിമെൻ്റായിട്ടാണ് ഈ പാരാടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും ഈ പാരാടോപ്പുകൾ. ഡിറ്റർമിൻ റീജിയൻസ് CDR1, CDR2, CDR3 തുടങ്ങിയവയാണ് ഈ പാരാടോപ്പിൻ്റെ റീജിയൻസ് അല്ലെങ്കിൽ ഡിറ്റർമിനിങ് റീജിയൻസ് എന്ന് പറയുന്നത്. ദീസ് ഇൻട്രാക്ട് ഡയറക്ട്ലി വിത്ത് ദ എപ്പിടോപ്പ് ദ ആൻറ്റിജൻ. ഈ റീജിയനാണ് ആൻറ്റിജൻ്റെ എപ്പിടോപ്പുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഈച്ച് ആൻറ്റിബോഡി ഹാസ് 2 ഐഡൻറ്റിക്കൽ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്സ്, ദാറ്റ് ഈസ് ബൈവാലൻ്റ്. ഒരു ആൻറ്റിബോഡിക്ക് 2 ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ടായിരിക്കും. ഇനി കോൺസ്റ്റൻറ്റ് റീജിയൻ്റെ ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഇതുവരെ നമ്മൾ വേരിയബിൾ റീജിയൻസിൻ്റെ ഫംഗ്ഷൻസും അതിൻ്റെ ഡീറ്റെയിലുമാണ് പഠിച്ചത്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലൊക്കേറ്റഡ് ഇൻ ദ FC ആൻഡ് മീഡിയറ്റ് ബയോളജിക്കൽ ആക്ടിവിറ്റി. അതായത് ഇതാണ് കോൺസ്റ്റൻറ്റ് റീജിയൻ എന്ന് പറയുന്നത്. ഇത്രയും ഭാഗമാണ്, അത് ലൈറ്റ് ചെയിനും ഹെവി ചെയിനും പറയുന്ന ഇത്രയും ഭാഗമാണ് വേരിയബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് കോംപ്ലിമെൻറ്റ് ആക്ടിവേഷനാണ്. അതായത് കോംപ്ലിമെൻറ്റ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോൺസ്റ്റൻറ്റ് റീജിയൻ്റെ ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തത് ഫാഗോസൈറ്റോസിസ് നടത്താനായിട്ട് ഫാഗോസൈറ്റോസിസ് സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്സണൈസേഷൻ എന്ന് പറയുന്നു. മൂന്നാമത്തെ ഫംഗ്ഷൻ ആൻറ്റിബോഡി ഡിപ്പെൻഡൻറ്റ് സെല്ലുലാർ സൈറ്റോടോക്സിസിറ്റി. അതായത് ആൻറ്റിബോഡിയുടെ സഹായത്താൽ സൈറ്റോടോക്സിസിറ്റി പ്രോസസ്സിനെ എന്ത് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക. ദെൻ പ്ലാസെൻ്റൽ ട്രാൻസ്ഫർ, അതായത് പ്ലാസെൻ്റയിലേക്ക് ആൻറ്റിബോഡിയെ എത്തിക്കുക. അതായത് നമ്മുടെ ഇമ്മ്യൂണോഗ്ലോബുലിൻ G എന്ന് പറയുന്ന ആൻറ്റിബോഡി കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് ഈ പ്ലാസെൻ്റയിലൂടെയാണ്. അപ്പം പ്ലാസെൻ്റയിലൂടെ അമ്മയുടെ ശരീരത്തിൽ നിന്നും കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് പ്ലാസെൻ്റയിലൂടെ കടന്നു പോകാനായിട്ട് ഇമ്മ്യൂണോഗ്ലോബുലിനെ സഹായിക്കുന്നത് ഈ കോൺസ്റ്റൻറ്റ് റീജിയൻ്റെ ഫംഗ്ഷനാണ്. ബൈൻഡിങ് ടു മാസ്റ്റ് സെൽസ് ആൻഡ് ബേസോഫിൽസ്. അതുപോലെ മാസ്റ്റ് സെല്ലും ബേസോഫിലും അറ്റാച്ച് ചെയ്ത് എന്താണ് ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് സിസ്റ്റത്തെ വേഗത്തിലാക്കാൻ സഹായിക്കുന്നു. ഇൻട്രാക്ഷൻ വിത്ത് മ്യൂക്കോസൽ ടിഷ്യൂസ്, അതായത് നമ്മുടെ മ്യൂക്കോസൽ അസോസിയേറ്റഡ് ടിഷ്യൂസായിട്ട് നമ്മളുടെ മാൾട്ട്, ഗാൾട്ട് എന്നൊക്കെ പറയുന്ന മ്യൂക്കോസയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൻറ്റിബോഡി ഉണ്ട്. അപ്പോൾ ആ ആൻറ്റിബോഡി പ്രത്യേകിച്ച് ഇമ്മ്യൂണോഗ്ലോബുലിൻ A ആണ്. അപ്പോൾ മ്യൂക്കോസയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മ്യൂക്കോസൽ മീഡിയത്തിൽ നമ്മുടെ മൂക്കിലും വായിക്കും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും അല്ലെങ്കിൽ മ്യൂക്കോസ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ സ്ഥലത്തും ആ മ്യൂക്കോസൽ സെല്ലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കാൻ സഹായിക്കുക എന്നുള്ളതും കോൺസ്റ്റൻറ്റ് റീജിയൻ്റെ ഫങ്ഷൻസാണ്. ഇനി നമ്മളെ ജനറൽ ഫങ്ഷൻസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒന്ന് ന്യൂട്രലൈസേഷനാണ്. ആൻറ്റിബോഡീസ് ക്യാൻ ന്യൂട്രലൈസ് ആൻറ്റിജൻസ് ബൈ ബൈൻഡിങ് ടു ദം ആൻഡ് പ്രിവെൻറ്റിംഗ് ദം ഫ്രം ഇൻട്രാക്ടിങ് വിത്ത് സെൽസ് ഓർ ടിഷ്യൂസ് ദെയർ ബൈ ന്യൂട്രലൈസിങ് ദെയർ ഹാംഫുൾ എഫക്ട്സ്. ആൻറ്റിബോഡിയുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് നമ്മുടെ ശരീരകോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാതെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന ആൻറ്റിജനുകളെ ന്യൂട്രലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫങ്ഷൻസ് കുറച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആൻറ്റിബോഡിയുടെ ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തത് ഒപ്സണൈസേഷനാണ്. ദേ ക്യാൻ മാർക്ക് പത്തോജൻസ് ഫോർ
destruction of phagocytic cells like macrophages and neutrophils, enhancing their recognition and removal. അതുപോലെ ഒപ്സണൈസേഷൻ, അതായത് ആൻറ്റിബോഡിയെ എന്ത് ചെയ്യുക, ആൻറ്റിജനെ മാർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇത് ഒരു ആൻറ്റിജൻ ആണെന്ന് പ്രത്യേകിച്ച് മാക്രോഫൈജസിനും ന്യൂട്രോഫിൽസിനും തിരിച്ചറിയാൻ തക്ക വിധത്തിൽ ആൻറ്റിബോഡിയെ മാർക്ക് ചെയ്തുകൊണ്ട് ഒപ്സണൈസേഷൻ പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യുക. മൂന്നാമത്തത് കോംപ്ലിമെൻ്റ് ആക്ടിവേഷൻ. Antibodies can trigger the complement system, a group of proteins that help in the destruction of pathogens by forming pores in the membrane or tagging them for phagocytosis. കോംപ്ലിമെൻ്റ് ആക്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് പാത്വേ ഉണ്ട്. ആ പാത്വേ പ്രോസസ്സിൽ കോംപ്ലിമെൻ്റ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ആക്ടിവേഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്ന പ്രോട്ടീനുകളുണ്ട്. ആ പ്രോട്ടീനിൻ ഡിവിഷൻ പ്രോസസ്സിലൊക്കെ എന്ത് ചെയ്യുക, അതിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനും ആൻറ്റിബോഡിക്ക് ഉണ്ട്. നാലാമത്തെ ഫംഗ്ഷൻ ഇമ്മ്യൂൺ കോംപ്ലക്സ് ഫോർമേഷൻ. ആൻറ്റിബോഡീസ് ബൈൻഡ് ടു ആൻറ്റിജൻസ് ടു ഫോം ഇമ്മ്യൂൺ കോംപ്ലക്സസ്, ഫെസിലിറ്റേറ്റിംഗ് ദെയർ റിമൂവൽ ഫ്രം ദ ബോഡി ബൈ ഫാഗോസൈറ്റിക് സെൽസ്. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടന്ന് ഉണ്ടാകുന്ന ഇമ്മ്യൂൺ കോംപ്ലക്സ് സെൽസ് ഉണ്ട്, അല്ലെങ്കിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള സ്ട്രക്ചറുകളുണ്ട്. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക, ശരീരത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാനായിട്ടും ഈ ആൻറ്റിബോഡി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അഞ്ചാമത്തെ ഫംഗ്ഷൻ ആക്ടിവേറ്റിംഗ് അതർ ഇമ്മ്യൂൺ സെൽസ്. ദേ ക്യാൻ ആൾസോ സിഗ്നൽ ആൻഡ് ആക്ടിവേറ്റ് അതർ ഇമ്മ്യൂൺ സെൽസ് സച്ച് എസ് നാച്ചുറൽ കില്ലർ സെൽസ് ഓർ മാസ്റ്റ് സെൽസ്, കോൺട്രിബ്യൂട്ടിംഗ് ടു ആൻ എഫക്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ആൻറ്റിബോഡിയുടെ പ്രസൻസ് അല്ലെങ്കിൽ അതിൻ്റെ സഹായത്താൽ നാച്ചുറൽ കില്ലർ സെൽസുകളും മാസ്റ്റ് സെല്ലുകളും ആക്ടിവേറ്റ് ആവുകയും അത് ആ ഇമ്മ്യൂൺ റെസ്പോൺസ് സിസ്റ്റത്തിനെ വേഗത്തിലാക്കുകയും ചെയ്യും. അതും ആൻറ്റിബോഡിയുടെ ഒരു ഫംഗ്ഷനാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഒന്ന് ഇമ്മ്യൂൺ ഡിഫൻസ് ആണ്. അത് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആർ ഫണ്ടമെൻ്റൽ ഇൻ ഡിഫെൻസിങ് ദ ബോഡി അഗൈൻസ്റ്റ് ഇൻഫെക്ഷൻസ് ബൈ റെക്കഗ്നൈസിങ് ആൻഡ് ന്യൂട്രലൈസിങ് പത്തോജൻസ്. രണ്ടാമത്തത് വാക്സിൻ ഡെവലപ്മെൻ്റ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ആൻറ്റിബോഡീസ് ഹാസ് ബീൻ ക്രൂഷ്യൽ ഇൻ വാക്സിൻ ഡെവലപ്മെൻറ്റ് ബൈ എനേബിളിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് സ്പെസിഫിക് ആൻറ്റിബോഡീസ് അഗൈൻസ്റ്റ് പർട്ടിക്കുലർ ആൻറ്റിജൻസ്. ഒരു പർട്ടിക്കുലർ ആൻറ്റിജൻസിനെതിരെ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താണ്, ഹോഴ്സ് പോലെയുള്ള ജീവജാലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സമാനമായിട്ടുള്ള ശരീര പ്രകൃതിയുള്ള ജീവജാലങ്ങളിൽ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുത്ത് നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻജെക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടാനോ സാധിക്കും. അപ്പോൾ ആൻറ്റിബോഡിയുടെ പ്രസൻസ് കൊണ്ട് നമുക്ക് വാക്സിൻ, ആൻറ്റിബോഡി റിലേറ്റഡ് ആയിട്ടുള്ള വാക്സിൻ, പ്രത്യേകിച്ച് പാമ്പ് വിഷത്തിനെതിരെയൊക്കെയുള്ള വാക്സിൻ നമ്മൾ അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ദെൻ ഡയഗ്നോസ്റ്റിക് ടൂളാണ്. ആൻറ്റിബോഡീസ് ആർ യൂസ്ഡ് ഇൻ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ലൈക്ക് എലൈസ ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ആൻറ്റിജൻസ് ഓർ ആൻറ്റിബോഡീസ് ഇൻ ബോഡി ഫ്ലൂയിഡ്സ്, എയ്ഡിങ് ദ ഡയഗ്നോസിസ് ഓഫ് ഇൻഫെക്ഷൻസ് ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. നമ്മുടെ ആൻറ്റിബോഡിയുടെ പ്രസൻസ് നോക്കിയിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയും. ദ ഡൈവേഴ്സിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി ഓഫ് ആൻറ്റിബോഡീസ് മേക്ക് ദം കീ കമ്പോണൻസ് ഓഫ് ദ adaptive immune system, providing protection against a wide range of pathogens and contributing to overall immune function and health. നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്തിനെ എന്ത് ചെയ്യുക, ഓവറോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആൻറ്റിബോഡി സഹായിക്കും. അപ്പോൾ ഇത്രയും വിശദാംശങ്ങളാണ് ഈ ആൻറ്റിബോഡീസ് എന്ന് പറയുന്ന ഈ ക്ലാസ്സിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂടുതൽ അതായത് സബ് ക്ലാസ്സുകൾ, ഓരോ ആൻറ്റിബോഡീസും എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ആൻറ്റിബോഡീസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്നുള്ള വിശദാംശങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഇത് വിലയിരുത്തിയതിന് ശേഷം തീർച്ചയായിട്ടും നമ്മൾ ഓപ്പൺ ഡിസ്കഷൻ വരുമ്പോൾ അത് ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. താങ്ക് യു.